രണ്ട് പകലിന്റെ അനിശ്ചിതത്വത്തിന് ഒടുവിൽ PV അൻവർ നയം വ്യക്തമാക്കി. VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇനി താനില്ല. കുഞ്ഞാലിക്കുട്ടിയടക്കം UDF നേതാക്കൾക്ക് തന്നെ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ സതീശന് പിന്നിൽ ഉള്ളത് തന്നെ തീർത്ത് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളാണെന്ന് അൻവർ ആരോപിച്ചു. ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. പട്ടി എന്തോ എത്ര തവണ വേണേലും വിളിച്ചോ. നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികമായി അതിനുള്ള ഗതിയില്ലെന്ന് അൻവർ രാവിലെ പറഞ്ഞു. പക്ഷേ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെ ആവശ്യം പരിശോധിച്ച് വരികയാണെന്ന് വൈകുന്നേരം അൻവർ തിരുത്തി. പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിന്റെ വക്കില. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയാറ് ഞങ്ങള്. ഞാൻ വികലാംഗനാണ്, നിസ്സഹായന. മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാം നാൾ ഒന്നായിട്ടൊരു പോക്ക്. ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ഭാവത്തിലായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോഴേക്കും PV അൻവർ വികാരാധീനനായി വിതുമ്പി. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ നിസ്സഹായത, ഇനി UDF-ന്റെ പടിപ്പുരവാതിലിൽ കാത്തുനിന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവ് എല്ലാം താൻ അവസാനിപ്പിക്കുകയാണെന്ന് PV അൻവർ. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നുണ്ട്. ഞാൻ പോലെ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഞാൻ വീട്ടിലിരിക്കും. ഈ കൊലയിലുണ്ടാവും, ഞാൻ അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും. UDF സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ ആരോപണങ്ങളെല്ലാം പിൻവലിച്ച് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ അസോസിയേറ്റഡ് മെമ്പറായി അംഗത്വം നൽകാം എന്നായിരുന്നു UDF-ന്റെ വാഗ്ദാനം. അതിൽ കുറഞ്ഞ് അൻവറിന് ഒരു ഇളവും കൊടുക്കില്ല എന്ന കാർക്കശ്യത്തിൽ VD സതീശൻ ഉറച്ചുനിന്നു. 2 ദിവസം കാത്തുനിന്നതിന് ശേഷം അൻവർ ഇന്ന് പ്രഖ്യാപിച്ചു, VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ല. അപ്പൊ ഞാൻ ആരെയും കണ്ടിട്ട് ഇറങ്ങി വന്നവനല്ല. ഞാൻ ഇറങ്ങി വന്നത് എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെയും കണ്ടിട്ടാണ്. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. 5 മാസമായി UDF-ന്റെ വാതിൽക്കൽ കെട്ടിക്കിടന്നു. കുഞ്ഞാലിക്കുട്ടിയും മറ്റു നേതാക്കളും തന്നെ UDF-ൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. തടഞ്ഞത് VD സതീശൻ മാത്രമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ, UDF-ന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിന്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല. അദ്ദേഹത്തിന്റെ ഗൺമാന്മാരെ വിളിച്ചാൽ അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടോടെ. അവിടുന്ന് വിട്ടില്ലേ? എങ്ങോട്ടേക്കായി പോണത്? PV അൻവർ ഇല്ലാതെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? നിലമ്പൂരിൽ മത്സരിക്കില്ല. മത്സരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാമ്പത്തികമായി അതിനുള്ള ഗതി ഇന്നില്ല. തന്നെ തകർത്ത് തരിപ്പണമാക്കി. കയ്യിൽ ഒരു ചുക്കുമില്ല. 10,000 രൂപയ്ക്ക് പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടുമെന്നും PV അൻവർ. എന്റെ കയ്യിൽ ഒരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഇല്ലാണ്ടാക്കി, വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം 3 കുപ്പായിടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ അറിയോ നിങ്ങൾക്ക്? ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. ഒരു ഷർട്ടും കൊണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ വേണം. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഭൂരിപക്ഷത്തെ കണ്ട് പിണറായിക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് ഭയപ്പെട്ട് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്
PV അൻവർ 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം തുടങ്ങിയത്. പക്ഷേ നിർത്താറായപ്പോഴേക്കും ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് അൻവർ വിതുമ്പി. ഇനി തന്നെ ആരും വിളിക്കേണ്ട, ഘടകകക്ഷി നേതാക്കളും സമുദായ നേതാക്കളും വിളിക്കേണ്ട. UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. LDF-ലേക്ക് മടങ്ങാൻ ശ്രമിക്കുമോ എന്ന് ചോദ്യം. അതിന് വേറെ തന്തൊക്കെ ഇരിക്കണം. അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇമാതിരി ടീമിനെ എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടി ഇടിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനേ പള്ളിയിലെ അച്ഛനല്ല, പോലീസുകാരനാണ്. വേറെ തന്തൊക്കെ എനിക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെയാണെങ്കിലും വൈകുന്നേരം 3:30 മാധ്യമങ്ങളെ കണ്ട PV അൻവർ താൻ മത്സരിക്കാനുള്ള സാധ്യത തീർത്തും തള്ളിയില്ല. അല്ല, മത്സരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തോണ്ടല്ലേ, പൈസ ഇല്ലാത്തോണ്ടല്ലേ. ഇപ്പൊ ആളുകൾ പൈസയായിട്ട് വരുന്നു. 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അനുറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കണ്ടെന്ന്. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അല്ല, അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട്, എന്നിട്ട് തീരുമാനിക്കും. ഗോപാലനല്ലേ? അണ്ണാനും മരഞ്ചാടിയൊന്നും അല്ല, കറുത്തനാടൻ കളരിയിലെ പൊൻവിളക്കാണ് ഞാൻ. തച്ചോളി മാണിക്കോ തോതേലക്കുറിപ്പ് അംഗം കുറിക്കാൻ വന്നേണ്. വിളിയടി ഇവിടുത്തെ അപ്പിയ കനകാംബര കുറിപ്പിന. എന്താണാവോ കാര്യം? എന്റെ ഉറപ്പിറന്നാളെ ജീവിതം നശിപ്പിച്ചതിന് പകരം 6 മാസം മുമ്പ് കേരള രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാകാൻ ഇറങ്ങിത്തിരിച്ച അൻവർ സ്വന്തം തട്ടകമായ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ പോലും എടുക്കാച്ചരക്കായി വഴിമുട്ടി നിൽക്കുകയാണ്. ഇടതിലും വലതിലുമില്ല. മത്സരിക്കാനാകുമോ, മത്സരിച്ചിട്ട് കാര്യമുണ്ടോ എന്നുറപ്പുമില്ല. രാഷ്ട്രീയമായി പരിപൂർണ അനാഥത്വം. പക്ഷേ നിലമ്പൂരിൽ അൻവറിനുള്ള സ്വാധീനം ഇപ്പോഴും UDF ചെറുതായി കാണുന്നില്ല. വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. VD സതീശനെ ശകാരം കൊണ്ട് മൂടുമ്പോഴും അൻവറെ UDF പരിപൂർണമായും തള്ളാത്തത് അതുകൊണ്ട് തന്നെ. ടീം ന്യൂസ് മലയാളം,